1950 സ്ഥാപിതമായ പാലാ സെന്റ് തോമസ് കോളേജ് ഇന്നും പാലായുടെ തിലകക്കൊടിയായി നിലകൊള്ളുന്നു. ധാരാളം റാങ്ക് ജേതാക്കളെയും ജിമ്മി ജോർജ് ഉൾപ്പെടെ ധാരാളം കായിക പ്രതിഭകളെയും സംഭാവന ചെയ്ത പാലാ സെന്റ് തോമസ് കോളേജ് ഇന്നും ആ പാരമ്പര്യം നിലനിർത്തി പോകുന്നു. ആ കോളേജിലെ 1987-90 ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നവർ ചേർന്ന് ആ ബാച്ചിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിനെയും IPS നേടി ഇപ്പോൾ ഇടുക്കി ക്രൈംബ്രാഞ്ച് SP ആയി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ UV കുര്യാക്കോസിനെയും അതോടൊപ്പം പാലാ DYSP ആയി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ഷാജു ജോസിനെയും ഇടമറുക് റിവർ ഫ്രണ്ട് നാലുകെട്ട് റിസോർട്ടിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. പഴയ പരിചയം പുതുക്കുവാനും ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആൾക്കാർ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. മാസ്കുകൾ താഴ്ത്തിയും ഇരട്ടപ്പേരുകൾ വിളിച്ചും വളരെ സന്തോഷത്തോടെയുള്ള ഒരു ഓർമ്മ പുതുക്കലായിരുന്നു ആ ഒത്തുചേരൽ. റിസോർട്ട് ഉടമയും ക്ലാസ്മേറ്റുമായ ഫ്രാൻസിസ് മാത്യു റോഷി അഗസ്റ്റിനെ കുറിച്ച്. ഡിഗ്രി ഞങ്ങൾ റോഷിയും ഞാനും അടുത്തടുത്ത ബെഞ്ചിലും, പക്ഷേ ബെഞ്ചെന്ന് പറയുന്നേക്കാളും അടുത്തടുത്ത നമ്പറെന്ന് പറയുന്നതായിരിക്കും ശരി. റോഷിക്ക് എന്തും തിരക്കും കാര്യങ്ങളുമായിരുന്നു. ഞങ്ങൾ കുറേ എല്ലാ കാര്യത്തിലും കൂടുതലുണ്ടായിരുന്നു. എനിക്ക് രാഷ്ട്രീയമില്ലായിരുന്നു. രാഷ്ട്രീയമില്ലാത്ത ഞാനും രാഷ്ട്രീയക്കാരനായ റോഷിയും തമ്മിലുള്ളൊരു സൗഹൃദമായിരുന്നു പ്രധാനമായും എനിക്കുണ്ടായിരുന്നത്. റോഷി അന്ന് രാഷ്ട്രീയമെന്ന് പറയുന്നതിനേക്കാളും രാഷ്ട്രീയത്തിന് അതീതമായി ആരെയും സഹായിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതാണ് റോഷിയെപ്പറ്റി പറയാനുള്ളത്. എപ്പോഴും എന്ത് കാര്യം ആര് പറഞ്ഞാലും രാഷ്ട്രീയം നോക്കാറില്ല. പുള്ളി അന്നേരം ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ പോലും പുള്ളിക്ക് വരാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്ന റോഷിയാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. വളരെ അപൂർവമായി ഒന്ന് കണ്ടു കിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാലുകെട്ട് റിസോർട്ടിനെ കുറിച്ച് ജോണിച്ചൻ. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഫ്രാൻസിസ് പുള്ളിയുടെ ഒരു ബിസിനസ് അല്ല, ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. വളരെ പണിപ്പെട്ട് പൈസയൊക്കെ മുടക്കി പുള്ളി പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്നാണ് ഇതിൻ്റെ ആംബിയൻസോ ഇതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലമോ നശിപ്പിക്കാതെ വളരെ കഠിനാധ്വാനത്തോടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന നിലയിലാണ് ഇത് പണിതെടുത്തത്. ഇതിൻ്റെ തുടക്കത്തിൽ പുള്ളിക്ക് ബിസിനസ്സെന്നോ അതുപോലെയുള്ള പ്രോഗ്രാമുകൾക്കുള്ള ഒരു താല്പര്യവുമില്ലായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലുകാരെല്ലാം കൂടെ ഒന്നിച്ച് ഇവിടെ വന്ന് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നീ ചെയ്തിരിക്കുന്ന ഒരു അപാരമായ സംഗതിയാണ്, അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പതുക്കെ ചെറുതായിട്ട് അദ്ദേഹം തുറന്നു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. വിശിഷ്ട അതിഥികളെ പറ്റി പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ റെജി ജോൺ. 1987-90 കാലത്ത് പാലാ സെന്റ് തോമസ് കോളേജിലെ 10 വിഷയങ്ങളിലായി ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 400-ലധികം കുട്ടികളുടെ പ്രതിനിധികൾ ഇന്ന് ഇടമറുക് റിവർ ഫ്രണ്ട് നാലുകെട്ടിൽ സംഗമിക്കുകയാണ്. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ സഹപാഠികളുടെ ഒത്തുചേരലിനെ എല്ലാവരും വളരെ പ്രതീക്ഷയോടും താല്പര്യത്തോടെ നോക്കിക്കാണുന്നത്. സെൻറ് തോമസ് കോളേജിലെ അക്കാലത്തെ വിദ്യാർത്ഥി നേതാവും പിന്നീട് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും യൂത്ത് ഫണ്ടിൻ്റെയും KSCയുടെയും സംസ്ഥാന നേതാവായി വളർന്ന റോഷി അഗസ്റ്റിൻ ഇപ്പോൾ സംസ്ഥാന ജലവിഭവ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ സെൻറ് തോമസ് കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന ശ്രീ VU കുര്യാക്കോസ് IPS സെലക്ഷൻ നേടി ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് പോലീസ് മേധാവി ചാർജ് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ സർക്കാർ വകുപ്പുകൾ ജോലി ചെയ്യുന്നവർ, ബിസിനസ്സുകാർ, അധ്യാപകർ, അഭിഭാഷകർ, അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പ്രാഗൽഭ്യം തെളിയിച്ച നിരവധി ആൾക്കാർ ഈ ബാച്ചിന് സന്തതികളാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാൽ എല്ലാവർക്കും ഒത്തുചേരാൻ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ജോണിന് പറയാനുള്ളത്, റോഷിയുമായുള്ള ബന്ധങ്ങൾ ദീർഘകാലത്ത് കുറച്ചല്ല. രാമപുരംകാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് റോഷിയുമായി ചെറിയ പ്രായം മുതൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഓരോ നിമിഷങ്ങളും പിന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുക വളരെ വലിയ നേട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് എത്തി നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമാണ്. തീർച്ചയായിട്ടും യൂത്ത് ഫണ്ടിൻ്റെ മണ്ഡലം പ്രസിഡൻ്റൊക്കെയായി റോഷി രാമപുരത്ത് രംഗത്ത് വരുന്ന സമയം, അതിനുശേഷം രാമപുരം സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അന്ന് എൻ്റെ പിതാവ്
രാമപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു പാനലിലേക്ക് റോഷി മത്സരിച്ചു. വീണ്ടും അതിനുശേഷം KSCയിലെ ഞങ്ങൾ ഒരുമിച്ച് നിയമ പ്രസിഡൻറ്റും നിയമ സെക്രട്ടറിയും ഒക്കെ ആയിട്ടൊരു കാലഘട്ടമൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു പോരുവാനും ഇപ്പോൾ അതിനുശേഷം KSCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ നിലകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാൻ അതിനേക്കാളൊക്കെ ഒരു നല്ല സുഹൃത്തായി നാട്ടുകാരനായി ഇപ്പോഴും ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് വേദി പങ്കിട്ടാണ് വരിക. അപ്പോൾ ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പഠിച്ച ഒരു ആൾ അല്ലെങ്കിൽ ഒരുമിച്ച് നടന്ന എപ്പോഴും സൗഹൃദം പങ്കിട്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി കേരള സംസ്ഥാനത്ത് മന്ത്രിയായി വരുമ്പോൾ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കുര്യാക്കോസ് സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ വർഷങ്ങളും കൂടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് IPS ലഭിച്ചപ്പോൾ ഞാൻ വിളിക്കുകയുണ്ടായി. വളരെ വലിയൊരു ഉന്നതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിക്കുക. വരും കാലങ്ങളിലേക്ക് സ്കൂളിൽ പഠിച്ച ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പഠിച്ച സഹപാഠികളൊക്കെ ഇങ്ങനെ നല്ല നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും അദ്ദേഹത്തിന് നേടുകയാണ്. ഇടുക്കി ക്രൈംബ്രാഞ്ച് SP ശ്രീ കുര്യാക്കോസ് IPS തന്റെ കോളേജ് അനുഭവങ്ങളെക്കുറിച്ച് നീണ്ട 31 വർഷത്തിന് ശേഷമാണ് സെൻറ് തോമസിലെ സഹപാഠികൾ ഒരുമിച്ച് ഇവിടെ കൂടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് റോഷി മിനിസ്റ്ററായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ പഴയ 31 വർഷത്തെ പുറകോട്ടുള്ള പോയി എന്നെ ഞാനാക്കിയ സെൻറ് തോമസ് കോളേജിന് എൻ്റെ അഭിവാദ്യമായ നന്ദി. കൂടാതെ റോഷിയെപ്പറ്റി ഓർക്കുകയാണെങ്കിൽ എന്നും സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് നല്ല ഒരു കോർഡിനേറ്ററായി വളർന്ന ആൾ. അന്നേ ഞങ്ങൾ വിചാരിച്ചു ഇദ്ദേഹം ഒരു വലിയ പ്രഗത്ഭനാകുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നൊരു സംസ്ഥാനത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ജനകീയനായ ഒരു മന്ത്രിയായി തീർന്നു. കാരണം മന്ത്രിയായിട്ടും ഇന്നും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ആ നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന അദ്ദേഹമാണ്. കാരണം സാധാരണ അന്ന് പഠിച്ചിരുന്ന അതേപോലെ തന്നെ MLA ആയപ്പോഴും അതേ ബന്ധമായിരുന്നു, ഇന്ന് മന്ത്രി ആയപ്പോഴും ആ ഒരു വ്യക്തി ബന്ധവും ആ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. മന്ത്രി റോഷിയുടെ കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്. തിരക്ക് കൂടുതലുണ്ട്, നന്നായിട്ട് അധികം ഒന്നും കാണാൻ കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല. വീട്ടിലൊക്കെ വന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല. പിള്ളേർ മൂത്തയാൾ ഇടുക്കിയിലാണ് പഠിക്കുന്നത്. ഇടുക്കിയിലെ വാഴത്തോപ്പ് പ്ലസ് വണ്ണിൻ്റെ എക്സാം കഴിഞ്ഞിപ്പം +2 പിന്നെ മോള് 9th ഏഞ്ചൽ നിർമ്മല ഭവന് കവടിയാറാണ് പഠിക്കുന്നത്, തിരുവനന്തപുരം. മോന് 3ാം ക്ലാസ്സിലെ ലയോളയിൽ. അച്ഛൻ മന്ത്രിയായി കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷമുണ്ട്, അപ്പന് തിരക്കുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല. പപ്പ മന്ത്രിയൊക്കെ എൻ്റെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പപ്പ എപ്പോഴും പപ്പ തന്നെയാണ്, അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
എല്ലാവരും സഹപാഠികളായതുകൊണ്ട് മറ്റാരോടും ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. ഇത്തരത്തിലൊരു സംഗമത്തെപ്പറ്റി യഥാർത്ഥ ആലോചന തുടങ്ങിയിട്ട് 10 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. റോഷി അഗസ്റ്റിൻ്റെ സ്കൂൾ സഹപാഠിയായ രാമപുരംകാരൻ പ്രിൻസ് ജോർജ് 2 വർഷം മുമ്പ് തുടങ്ങി വെച്ച ആ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു. SDC പാല 90 ഡിഗ്രി ഓൾ ബാച്ചസ് എന്ന പേരിൽ ഏതാണ്ട് 60ഓളം പേര് ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിലുണ്ടായിരുന്നു. ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. അതിനുശേഷമാണ് വീണ്ടും റോഷിയോട് സംസാരിക്കുന്നു. 14-ാം തീയതി ഡേറ്റ് വെച്ചോളൂ എന്ന് പറഞ്ഞു. പരിമിതമായ സമയമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ഈ റിസോർട്ടിൻ്റെ ഉടമയായിട്ടുള്ള ജിജി എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് മാത്യു ആണ് പ്രധാന അതിഥിയായിട്ടുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിനെ പറ്റി ഒരു മുഖാമുരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സെൻറ് തോമസ് കോളേജിൽ 87-90 കാലത്ത് പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സുപരിചിതനാണ്. ഇന്ന് കേരളത്തിലും പുറത്തുമുള്ള എല്ലാ മലയാളികൾക്കും റോഷി അഗസ്റ്റിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഇത് അറിയാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അസംബ്ലി സീറ്റ് കിട്ടിയ ആളാണ് റോഷി അഗസ്റ്റിൻ. 27 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് 96-ൽ റോഷി അഗസ്റ്റിന് പേരാമ്പ്രയിൽ മത്സരിക്കാൻ മാണി സാർ അവസരം കൊടുത്തു. ഇപ്പോൾ പാലാ സെൻറ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏക മന്ത്രിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ അഭിമാനമായ റോഷി അഗസ്റ്റിൻ. അങ്ങനെ സെൻറ് തോമസ് കോളേജിന് അഭിമാനമായ ഏക മന്ത്രി ഇതാ 2021 മെയ് മാസം നമ്മുടെ മന്ത്രിയായി റോഷി അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ അപ്പോഴൊക്കെ ഞാൻ റോഷി അഗസ്റ്റിൻ ഒരു മെസ്സേജ് അയക്കി ഇടയ്ക്ക് ചെറുതായിട്ട് വിളിക്കും. നമ്മളെപ്പം വിളിച്ചാൽ എന്നോടാവേ ആ 87-90 ആ വിളിയാണ് റോഷി അഗസ്റ്റിൻ ഇപ്പോഴും. എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അങ്ങനെ റോഷി അഗസ്റ്റിൻ നോക്കി. അപ്പം പക്ഷേ റോഷി അതോടൊപ്പം നോക്കി വിദ്യാഭ്യാസത്തോടൊപ്പം സ്പോർട്സ്, ഗുസ്തി, സജീവ രാഷ്ട്രീയ പ്രവർത്തനം, നാട്ടിലെ യൂത്ത് ഫ്രണ്ട്, KTUC പ്രവർത്തനം. ഇതോടൊപ്പം റോഷി അഗസ്റ്റിൻ നോക്കി നമ്മളിൽ പലരും അനുഭവിക്കാത്ത റോഷി അഗസ്റ്റിൻ്റെ കാമ്പസ് പ്രണയവും റോഷി അഗസ്റ്റിൻ ആസ്വദിച്ചു എന്നുള്ളതാണ്. നോക്കുക, റോഷി അഗസ്റ്റിൻ വിദ്യാഭ്യാസ കാലത്ത് പാലയിൽ വിദ്യാഭ്യാസം നോക്കി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും റോഷി അഗസ്റ്റിൻ കണ്ടെത്തി നമ്മൾ എത്ര പേർ സാധിച്ചു. റോഷി അഗസ്റ്റിൻ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോഷി അഗസ്റ്റിന് ബൊക്കെ നൽകി സ്വീകരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജോയി മാത്യുവിൻ്റെ മകൻ മാത്യു കുര്യൻ ജോയിയാണ്. ഫ്രാൻസിസിൻ്റെ സഹോദരിയുടെ കൊച്ചുമകൻ കൂടിയാണ്. അതുപോലെ തന്നെ കുര്യാക്കോസ് ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ NCC കേഡറ്റായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ C സർട്ടിഫിക്കറ്റ് നേടിയ ആളായിരുന്നു കുര്യാക്കോസ്. NCC അണ്ടർ ഓഫീസറായിട്ട് പ്രവർത്തിച്ചു. കുര്യാക്കോസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുര്യാക്കോസിന് ബൊക്കെ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരും പ്രിയങ്കരനായിരുന്ന ജോസ് കുര്യൻ. കുറവനങ്ങാട് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് പിറവത്താണ്. റോഷിക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളായിരുന്നു. എല്ലാവരും ഇവരോട് ഞാൻ പറഞ്ഞു, ബഹുമാനീയരായ മന്ത്രിയെന്ന് ബഹുമാനീയരായ APS കാരെന്ന് പറയായിരുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഒരുത്തരുടെയും പേരും വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നല്ല ഓർമ്മയാണ് എനിക്ക്. പിന്നെ ഞാൻ ആരെ പറ്റി തുടങ്ങണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. 3 വർഷം കൂടുതൽ പഠിച്ച റോഷിയെ പറ്റി തുടങ്ങണോ, ഹോസ്റ്റലിൽ ഒന്നിച്ചുണ്ടായിരുന്ന കുര്യാക്കോസിനെ പറ്റി തുടങ്ങണോ? ഓക്കെ, ക്ലാസ്സിൽ അവിടെ ഒരു സമന്വയം ഉണ്ടായെന്ന് തോന്നുന്നു. റോഷിയെ പറ്റി കൂടുതൽ പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന കൂടുതൽ ആൾക്കാർ ഇവിടെ പ്രസംഗിക്കാനുള്ളതുകൊണ്ടും ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. എങ്കിലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരൊന്നായിരുന്നു റോഷിയുടെ ചായ കുടിയും. ഞാൻ റോഷിയിൽ പന്തായം തോറ്റ് അവസാനം ഒരു പരിധിയിൽ ഞാൻ രക്ഷപ്പെട്ടതും. ഏറ്റവും ചൂടുള്ള ചായ അല്ലാതെ കുടിക്കാത്ത റോഷിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ സങ്കടകരമായി ഓർക്കുന്നത് ഞങ്ങൾ സ്നേഹപൂർവ്വം പട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന രാജേഷിനെയാണ്. എന്നും റോഷിയുടെ ഇടതാണോ വലതാണോ അതോ എല്ലാമായിരുന്നു അന്ന്. റോഷി ഇല്ലാത്ത സമയങ്ങളിലായിരുന്നു ഞാനും രാജേഷും തമ്മിലുള്ള കമ്പനി. എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജേഷിനും വലിയ കാര്യമായ രാഷ്ട്രീയമില്ല. അന്നേ ഒരു അരാഷ്ട്രീയവാദിയാണ്. രാഷ്ട്രീയക്കാരോടൊന്നും വലിയ
താല്പര്യമില്ല. കോളേജ് കഴിഞ്ഞു, റോഷി രാഷ്ട്രീയത്തിലുണ്ട്, പേരാമ്പ്ര നിന്നു, മത്സരിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഹോസ്റ്റലിലൊരു ഗ്രൂപ്പ് ഉണ്ടായി. ഒന്ന് മൂന്നാർ വെച്ചല്ലേ, അതെ, മൂന്നാർ വെച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് നീലേശ്വരത്തുള്ള ടോമി എന്നെ വിളിച്ച് പറയും, നോക്കെങ്ങനെയാ പോയാലോ. അങ്ങനെ ചെല്ലുമ്പോൾ അന്ന് കണ്ട കുര്യാക്കോസിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത കുര്യാക്കോസിനെയാണ് ചെന്നപ്പോൾ ആദ്യം കാണുന്നത്. കുര്യാക്കോസാണെന്ന് എനിക്ക് സംശയമുണ്ട്. കുര്യാക്കോസ്, റെജിയൊക്കെ മുഖത്ത് മാറ്റമില്ലെങ്കിലും മുടി പോയിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കുന്ന കുറേ പേരുടെ ഇടയ്ക്കൊട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഈ റെജി അല്ല കേട്ടോ, നെടുങ്കണ്ടൻ റെജിയാണ്. പിന്നെ മാത്യു തങ്കമണി, അങ്ങനെ കുറേ ഹോസ്റ്റലിലെ പഴയ ആൾക്കാരുമായിട്ട് അത് എല്ലാ വർഷവും ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ എവിടെയെങ്കിലും വെച്ച് കൂടിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ്. അതിലെന്തായാലും എനിക്ക് സജീവമായി കൂടാൻ പറ്റിയതുകൊണ്ട് കൂടുതൽ അടുക്കാനും പിന്നെ വരുന്ന പല പ്രൊമോഷനുകളും എനിക്ക് അറിയുവാനും ഒരു അടുത്ത സുഹൃത്തായിട്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനുമുള്ള ഒരു യോഗം കുര്യാക്കോസിനോടും എനിക്കുണ്ടായി. ഈ ഒരുമയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, 1987-90 ബാച്ചിലെ ഈ ഒരു കൂട്ടായ്മ, എനിക്ക് 400 പേര് കൂടേണ്ടതാണ്, പക്ഷേ വളരെ കുറച്ച് പേരെ നമ്മളിവിടെ ഒന്നിച്ചു കൂടുവാനേ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്തിയ എല്ലാവരെയും ഞാൻ ഇതിൽ തന്നെ അനുമോദിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി അതിശയത്തോടെയാണ് പലരെയും കാണുന്നത്. ചിലരെ കണ്ടപ്പോൾ എനിക്കതിന് മാത്രം പ്രായമായോ എന്നുള്ള തോന്നലുണ്ടായി. ഇതിനു മുന്നേ പലപ്പോഴും പരിചയവും ഇടപെടലും ഒക്കെ നടത്തിയ ആൾക്കാരെ കണ്ടപ്പോൾ ഇവർ എൻ്റെ കൂടെ പഠിച്ചതാണോ, ചിലരെ എൻ്റെ മൂത്തയാളായിട്ട് കണ്ടിരുന്ന ആളും ചില ഇളയാളായിട്ട് കണ്ടിരുന്ന ആളെയൊക്കെ എൻ്റെ ഒപ്പമാണ് എന്ന് മനസ്സിലാക്കിയത് ഈ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ്. അതുപോലെ റോഷിയും ഞാനും ഫിസിക്സും മാത്സും ബാച്ചായിരുന്നെങ്കിലും NSSൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും റോഷിയുടെ പൊറോട്ട തിന്നാനുള്ള ഭാഗ്യവും ഞങ്ങളിലെ കുറച്ചു പേർക്കുണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ കൂടെയാണ് പഠിച്ചത്. കലാലയ ജീവിതം മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ കൂടെയും VU കുര്യാക്കോസ് IPSൻ്റെ കൂടെയൊക്കെയാണ് എന്ന് അഭിമാനപൂർവ്വം മധുരയുടെ മുന്നിലെ ഇനി പറയാം, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാം. അതൊക്കെ ഓർത്താണ് ഞാൻ ഇന്ന് വന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒത്തിരി ദീർഘമായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും എല്ലാവർക്കും ആശംസകളും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് ഇനിയും ഞങ്ങളുടെ ബാച്ചിനെ കൂടുതൽ തിളക്കുവാൻ, ഇതിന് മുന്നേ പോയ ബാച്ചുകാർക്കോ ഇത് കഴിഞ്ഞ് വരുന്ന ബാച്ചുകാർക്കോ മന്ത്രിയുടെ കൂടെ പഠിച്ചതാണ് എന്ന് പറയാനുള്ള യോഗമില്ല. അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഇനിയും മുഖ്യമന്ത്രിയുടെ കൂടെയോ അല്ലെങ്കിൽ അതിനെ കേന്ദ്രമന്ത്രിയുടെ കൂടെയോ ഒക്കെ പഠിച്ച ആണ് എന്ന് പറയാനുള്ള ഇട വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കുര്യാക്കോസ് സാറിനും സംസ്ഥാന പോലീസ് മേധാവിയുടെ കൂടെ പഠിച്ചതാണ് എന്നൊക്കെ പറയാനുള്ള അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ കൂട്ടുകാരെ, അധികം പ്രസംഗിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. എന്നായാലും നീണ്ട 31 വർഷത്തെ കാലയളവിനുള്ളിൽ നമുക്കിങ്ങനെ ഒന്ന് കൂടാൻ സാധിച്ചതിനെ ഞാൻ മഹാഭാഗ്യമായിട്ട് കാണുന്നു. കാരണം വെച്ചാൽ ഇപ്പോഴേലും കൂടാൻ സാധിച്ചല്ലോ. എല്ലാവരുടെയും വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണേലും നമ്മൾ പല പല ക്ലബ്ബുകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പല പല സ്ഥാനങ്ങളിലും വരുമ്പോൾ പല പല ബന്ധങ്ങൾ വന്നാലും അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് ഒരുമിച്ച് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ റോഷി മന്ത്രിയാവുമോ ബൈജുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇന്ന സ്ഥാനങ്ങളാകുമോ എന്നോർത്തല്ല നമ്മളന്ന് കോളേജായിട്ട് നടന്നത്. ഈ ഒരു ഒരുമ, ഈ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഒന്നുകൂടെ വരുമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഞാനിവിടെ വരുകയും ചെയ്തിരുന്നു. എല്ലാവരും പലയിടത്തു നിന്നും, കാസർഗോഡ് നിന്ന് വന്നവർ മറ്റു പലയിടത്തു നിന്ന് വന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന ഒരു മനസ്സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേറെ രീതിയിൽ കിട്ടില്ല. അതിനകത്ത് ഇങ്ങനെ ഒരു ഒരുമ കൂട്ടാൻ സാധിച്ചതിൻ്റെ അകത്ത് സംഘാടകർക്കും എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. അപ്പോൾ നീണ്ട 31 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നു. കുറേ ആളുകളെ സ്ഥിരം കാണുന്ന ആളുകളാണ്.
അപ്പോൾ കുറേ ഓർമ്മകൾ നമ്മുടെ പ്രായത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അന്ന് ഒരുമിച്ച് കൂടിയത്. കൂട്ടത്തിലുള്ള ഒരാൾ DYSP ആകുന്നു, DO ആകുന്നു, അങ്ങനെ ഓരോ വാർത്തകളായിട്ട് പുതുതായിട്ട് വന്നുകൊണ്ടേയിരുന്നു. വലിയ സന്തോഷം. കാരണം അതുമാത്രമല്ല, നമ്മളെല്ലാം കോവിഡിനെ അതിജീവിച്ച് ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പലരും കൊഴിഞ്ഞു വീണിട്ടുമുണ്ട്. ഇനിയും നമ്മൾക്ക് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവുക, ഓർമ്മകൾ പുതുക്കുക, കാലത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ വീണ്ടും ഒരു ചെറിയ കാലത്തിലേക്ക് പോകുന്നു. മുന്നോട്ട് വന്നവരും പിന്നോട്ട് പോയവരും നിൽക്കുന്നവരും ഒക്കെ പ്രധാനം ആയിട്ടുള്ളവരാണ്. അപ്പോൾ വിജയൻ മാഷ് പണ്ട് പറഞ്ഞതുപോലെ തോറ്റവരുടേത് കൂടിയാണ് ചരിത്രം. അപ്പോൾ വിജയിച്ചവരെ മാത്രമല്ല ഞാനിവിടെ ഓർക്കുന്നത്, തോറ്റവരെയും പിന്നിലായി പോയവരെയും ഇപ്പോൾ പിന്നീട് നിൽക്കുന്നവരെയും ഒക്കെയും ഞാൻ ഓർക്കുന്നു. നിലത്ത് നിൽക്കുന്നവരെയും പറന്നു നടക്കുന്നവരെയും ഒക്കെയും ഓർക്കുന്നു. അവർ കൂടി ചേർന്നാണ് ചരിത്രം. സുഹൃത്തുക്കളെ, സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്നും അടുത്തു നിന്നുമുള്ള പലരുമുണ്ട്. അപ്പം ഞങ്ങൾ കെമിസ്ട്രി വായിച്ചിരുന്ന 5 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും സദസ്സിലുള്ള എല്ലാവരെയും മോഹൻജിയുണ്ട്. പക്ഷേ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് പരിചയം പുതുക്കുവാനും കാണുവാനും സാധിച്ചുള്ള സന്തോഷമുണ്ട്. 2 ചെറിയ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ പോലീസ് സർവീസ് ജോയിൻ ചെയ്ത 91 3 വർഷം കഴിഞ്ഞ ഒരിക്കൽ അവധിക്ക് വന്നപ്പോൾ എനിക്കൊരു പഴയ SD ബൈക്ക് ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ അവസരമായിരുന്നു. പാടത്തും പോയി കേക്ക് കൊടുത്ത് തിരിച്ചു വന്ന് പാലം വന്നപ്പോഴത്തേക്ക് ഈ ബൈക്ക് കേടാക്കി. അപ്പം എല്ലാവരും അറിയാമായിരിക്കും, ഈ നമ്മുടെ ചാമറ സ്കൂളിനോട് ചേർന്ന് സുരേഷ് എന്ന് പറഞ്ഞ ഈ ബൈക്ക് എന്നാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ബൈക്കുമായിട്ട് എത്തി. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി റോഷിയായിട്ട് അവിടെ ഒരു പോസ്റ്റിൽ ഇരിപ്പുണ്ട്. പോസ്റ്റിൽ നിന്ന് നിലത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പുള്ളിക്കൊരു ബുള്ളറ്റ് ഉള്ളതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് പരിപാടി? അപ്പം പറഞ്ഞു, ബൈക്ക് ഒന്ന് നന്നാക്കണം, നാളെ ഇടുക്കിക്ക് പോകണം. ഇടുക്കിയിലാണ് ഇപ്പോൾ എൻ്റെ പ്രവർത്തനം വേണം. അപ്പോൾ അവിടെ ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ സുരേഷ് വന്ന ബൈക്ക് മെക്കാനിക്ക് വന്നത്. അപ്പം അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ 10-25 വർഷം മുമ്പ് എറണാകുളത്ത് ഫംഗ്ഷനാണ്. അത് പരിചയപ്പെടുത്തി. അപ്പം അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇടുക്കിയിലാണ് പ്രവർത്തിക്കുന്നത്, അവിടെയാണ് എൻ്റെ പ്രവർത്തന മേഖല. അത് ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നു 20 വർഷത്തോളം. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഞാൻ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉയർച്ച എനിക്ക് വളരെ സന്തോഷമുള്ളതാക്കി. എല്ലാവർക്കും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഞാൻ റോഷിയോട് നന്ദി പറയുകയാണ്. റോഷി ഒരു മന്ത്രിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾക്കിങ്ങനെ കൂടാനും ഇപ്പോൾ 2ാമത്തെ ഒരു പ്രോഗ്രാമാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. നമ്മൾക്കെല്ലാവർക്കും കാണാനും പരിചയം പുതുക്കാനും ഒക്കെ പറ്റിയത്. റോഷിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ സമയം കളഞ്ഞില്ല. കുര്യാക്കോസ് ആയിട്ട് അത്രയും എനിക്ക് ബന്ധം ഇല്ല. പൊളിറ്റിക്സിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 90-91 കാലഘട്ടം 30 വർഷങ്ങൾക്ക് മുമ്പ് ജോൺസണും റെജിയും അന്ന് ഒരു മാരാജ് സ്കൂളിൽ പഠിക്കുമായിരുന്നു. എറണാകുളത്തുള്ള എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കൂടാറുണ്ടായിരുന്നു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് കൂടാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ 30 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ റെജിയെ കാണുന്നത്. ഇപ്പോൾ റെജി പ്രസംഗിക്കുമ്പോൾ റെജിയെ കാണുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ തീർച്ചയായിട്ടും റോഷിയാണ്. പിന്നെ റോഷിക്ക് ഞാൻ സോളജി ബാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു നിൽക്കുന്നത്. അപ്പോൾ റോഷിക്ക് ഞങ്ങളോട് ഒരു പ്രത്യേകിച്ചൊരു ബാധ്യതയുണ്ട്. കാരണം റോഷിയുടെ ബെറ്റർ ഹാഫിനെ സംഭാവന ചെയ്ത് ഞങ്ങളാണ്. ഞങ്ങളുടെ അലക്സിൻ്റെ സിസ്റ്ററാണ് റാണി. അപ്പോൾ അലക്സ് ഞങ്ങളോടും കൂടെ അന്ന് ചോദിച്ചു, റോഷിക്ക് കെട്ടിച്ചു കൊടുക്കണോ? അന്ന് റോഷി MLA അല്ല. ഞങ്ങളും കൂടെ സമ്മതിച്ചിട്ടാണ് റോഷിയുടെ ഒരേ ഒരു അളിയനാണ് അലക്സ്. അലക്സ് സമ്മതിക്കുകയും കല്യാണം നടക്കുകയും ചെയ്തത്. അല്ലാതെ ഇവരെന്തോ പ്രേമം എന്നൊക്കെ പറയുന്നത് കേട്ടോ, എനിക്കറിഞ്ഞുകൂടാതെ. അപ്പോൾ അങ്ങനെ ആ സോളജി ബാച്ചിൻ്റെ ഉള്ള ഒരു അഫെക്ഷൻ റോഷി നിലനിർത്തുമെന്ന് തന്നെ കരുതുന്നു. അറ്റ്ലീസ്റ്റ് ഭാര്യയെ പേടിച്ചെങ്കിലും. ഈ ഒരു കൂട്ടായ്മ
വേറെ ഒരിടത്തും കാണാത്തൊരു കൂട്ടായ്മയാണ്. കേരളത്തിലെ രാഷ്ട്രീയം നമ്മളൊക്കെ എല്ലാ ന്യൂസ് മീഡിയ എല്ലാം വായിക്കുന്നവരാണ്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് വടക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു മാർക്സിസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ, അവരൊരു മിനിസ്റ്റർ ആകുമ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ അവർക്ക് കൊടുക്കുന്ന സ്വീകരണത്തിൽ വേറെ ഒരു പാർട്ടിക്കാരും ഉണ്ടാകുകയല്ല. നിങ്ങളിത് നോക്കിയേ, ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഇതുപോലെ തന്നെ നമ്മൾ ഇനാസത്തിനുമായിട്ടും ചേർന്ന് റോഷിക്ക് ഒരു സ്വീകരണം കൊടുക്കും. അവിടെയും എല്ലാ രാഷ്ട്രീയക്കാരും ആ 87-90 കാലഘട്ടത്തിൽ സെൻറ് തോമസിൽ പഠിച്ച എല്ലാവരും ഇന്ന് രാഷ്ട്രീയം എന്നൊന്നും ആ സമയത്തില്ലായിരുന്നു. ഞാൻ നേരത്തെ ഇപ്പോൾ റെജി പറഞ്ഞിരുന്നു രാജേഷിൻ്റെ കാര്യം. രാജേഷിനെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയാം ഞാനത്. കാരണം രാജേഷ് എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ കമ്പനിയിൽ ആ സമയത്ത് വരുമായിരുന്നു. ഞാൻ എറണാകുളത്ത് കാക്കനാടാണ് എൻ്റെ സ്ഥാപനം. എൻ്റെ യാർഡിലൊക്കെ രാജേഷ് വന്ന് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. നമ്മൾ പട്ട രാജേഷ് എന്ന് വിളിക്കുന്ന. റോഷിയുടെ അടുത്ത സുഹൃത്തായിരുന്നു രാജേഷ്, എനിക്കറിയാം. എൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു. ഈ രാജേഷ് ഈ കടുങ്കൈ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്നോട് വന്നു, കുറേ നേരം സംസാരിച്ചു. അന്ന് കുറേ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഓർത്തില്ല. നമ്മുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ റോഷി, പ്രിയങ്കരനായ നമ്മുടെ ഫ്രാൻസിസ്, പ്രിയങ്കരനായ കുര്യാക്കോസ്, അവരുടെ ഫസൽ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നു. കുടുംബിനികൾ ജോൺസണുണ്ട്, ഫസലുണ്ട്, ബെന്നിയുണ്ട്, ബൈജുണ്ട്. ഞാൻ ഏതാണ്ട് എല്ലാവരെയും തന്നെ അറിയുന്നവരാണ്. കാരണം പൊതുപ്രവർത്തന രംഗത്തും കൂടുതൽ ബിസിനസ് രംഗത്തുമാണ് ഉള്ളത്. അതാണൊരു പ്രശ്നം. എങ്കിലും റോഷിയും അതുപോലെ കുര്യാക്കോസും ഒക്കെ എപ്പോഴും ഏതാവശ്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചുകൊണ്ട് ഈ 31 വർഷക്കാലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലുള്ള മുഴുവൻ ആൾക്കാരും, കഴിഞ്ഞ ദിവസം ജോൺസൺ എനിക്കും ഒരു അഡ്മിഷൻ ലാസ്റ്റ്. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പോഴും നിൽപ്പുണ്ട്. എന്നെയൊക്കെ ഇപ്പം NSS വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ എന്ന് പറയുന്നത് NSS വികാരം എന്ന് പറയുന്ന രീതിയിൽ ഒക്കെ പറയാറുണ്ട്. അപ്പം ആ ഒരു കൂട്ടായ്മയിലും റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. അപ്പം പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു കുറിച്ചിത്താനം ക്യാമ്പ്, മാർമല ക്യാമ്പ്, ഇതിലേക്ക് സജീവ പ്രവർത്തകരായിട്ടുള്ള ഒരു നിലയിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അതിനെ തുടർച്ചയായിട്ട് ഞാൻ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 6 വർഷക്കാലം NSSന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ പല അവസരങ്ങളിൽ ഞാൻ റോഷി അഗസ്റ്റിനെ എൻ്റെ ക്യാമ്പിലേക്കൊക്കെ വിളിക്കുകയും വരികയും അതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പും നമുക്കറിയാം, ഈ പലരും ഇപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതുപോലെ പല അവസരങ്ങളിലും ഒരു ആവശ്യക്കാരനായിട്ട് റോഷി അഗസ്റ്റിൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പം കോളേജ് കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഓർമ്മകൾ നിൽക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സന്ധ്യ നേരത്തെയാവും, 6:30 ആകുമ്പോഴത്തേക്കും സന്ധ്യയാവും. അവിടെ ഓടുകളികൾക്കാർ കളിക്കാറുണ്ട്, സ്പോർട്സുകാർ മറ്റൊക്കെ ഉണ്ട്. ഈ 6:15 ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു കാഞ്ഞിരമറ്റ ബസ് ഉണ്ട്. ആ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ടി. ഒരു ദിവസം അത് കിട്ടിയില്ല, നല്ല മഴയും. അപ്പോൾ അവിടെ ഇങ്ങനെ വിഷണനായിട്ട് സെൻറ് തോമസ് കോളേജിൻ്റെ ഗേറ്റിൽ നിൽക്കുമ്പോൾ എവിടുന്ന് നമ്മുടെ സ്കൂട്ടർ വന്നു, വെസ്പ സ്കൂട്ടർ. അന്ന് എന്താ ഇവിടെ നിൽക്കുന്നത് അന്നേരം ചോദിച്ചു, മുത്തോലി വരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. അപ്പോൾ അന്ന് ഉണ്ടായ ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നത്, അന്ന് വളരെ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയിരിക്കുമ്പോൾ കാലത്ത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പല കഥകളും നമുക്കിങ്ങനെ ഷെയർ ചെയ്യാനുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്രബിന്ദുവായിട്ടുള്ള റോഷി അഗസ്റ്റിനെ പറ്റി ഇങ്ങനെ പലതും പറയാണ്ട്. നമുക്ക് സുഹൃത്തുക്കൾക്കും ഇങ്ങനെ പല അനുഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുചെയ്യാനുണ്ട്. പണ്ട് പഴയ മുഖങ്ങൾ പുതിയ രീതിയിൽ ഇന്ന് നമ്മൾ കാണുകയായിരുന്നു, നമ്മൾ പരിചയം പുതുക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ആതിഥേയൻ ഫ്രാൻസിസിന്റെ ഈ നല്ല മനോഹരമായ നാലുകെട്ടിൽ നമ്മൾ പഴയ കാലങ്ങൾ പറഞ്ഞ് നേരത്തെ വന്നവർ കുറേയേറെ ചിരിച്ചു, പഴയ പേരുകൾ വിളിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. ഇതിനവസരമൊരുക്കി തന്ന ഇതിന്റെ സംഘാടകരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. അവസാനിപ്പിക്കണമെന്നാണ് തന്നിരിക്കുന്ന നിർദ്ദേശം. സാധാരണ ഞങ്ങളൊക്കെ മൈക്ക് കിട്ടിയാൽ 1 മണിക്കൂറെങ്കിലും സാധാരണ സംസാരിക്കാറുള്ളതാണ്. പക്ഷേ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കും. വളരെ സന്തോഷമുണ്ട്. കാരണം റോഷി അഗസ്റ്റിനെ അനുമോദിക്കുന്ന 2ാമത്തെ യോഗത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 24-ാം തീയതി പാലായിലെ സർക്കാർ ബാബുവിന്റെ ഉടമസ്ഥയുള്ള സർക്കാർ കിച്ചണിൽ വെച്ച്
ഞങ്ങൾ കളികാരെന്ന് പറയും. രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന 1985, 90 കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥി സംഘ നേതാക്കന്മാരുടെ ഒരു സംഗമം ഓർമ്മച്ചപ്പ് 95, 85, 90 എന്ന രീതിയിലൂടെ സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പളായിരുന്നു ഗിനാസച്ചനാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ആ സെന്റ് തോമസ് കോളേജിലെ 5 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളൊക്കെ റോഷിയുടെ കൂട്ടത്തിൽ റോഷി സെന്റ് തോമസ് കോളേജിൽ KSEMന്റെ യൂണിറ്റ് പ്രസിഡന്റായിരുന്നപ്പോൾ ഞാൻ KSUIയുടെ യൂണിറ്റ് പ്രസിഡന്റായി. അന്ന് ഞങ്ങളെ ഒരു മുന്നണിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, ഒരേ മുന്നണിയിൽ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന KSUവും KSEMും തമ്മിൽ വ്യക്ത ശത്രുക്കളാണ്. സത്യപ്രതിജ്ഞയുടെ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സൈഡിൽ റവന്യൂ മിനിസ്റ്റർ രാജനും ഇടത്ത് സൈഡിൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സഹപാഠി ശ്രീ റോഷി അഗസ്റ്റിനും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പണ്ടൊക്കെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ എതിർത്ത അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നതിൽ എനിക്ക് അഭിമാനം തോന്നി. വീട്ടിലിരുന്ന് കോവിഡ് കാലത്ത് ഞാൻ ആ സത്യപ്രതിജ്ഞ നമ്മളെല്ലാവരും ടി വിയിലൂടെയാണ് കണ്ടത്. അപ്പം റോഷി അഗസ്റ്റിന് ഒരു വ്യക്തിബന്ധം അത് എനിക്ക് മനസ്സിലായത്, ഞാനൊക്കെ തോന്നുന്ന റോഷിക്കൊക്കെ എന്നോട് KSUക്കാരനായ കാരണം ശത്രുത ഉള്ളിലെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാനൊക്കെ ധരിച്ചത്. എൻ്റെ കല്യാണം പാലായി വെച്ച് നടക്കുകയാണ്. അപ്പം കല്യാണം റോഷി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കല്യാണമൊക്കെ തീരാറായ സമയത്ത് ഓടി വന്നു കത്തീന്ദ്രപ്പള്ളിയില്ല. അവിടെ എന്നോട് പറഞ്ഞു, നിന്റെ കല്യാണമായ കാരണമാണ് ഞാൻ നെടുങ്കണ്ടത്തുനിന്നാണ് വരുന്നു എൻ്റെ കല്യാണത്തിൽ കൊണ്ടുവരുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായത് സെന്റ് തോമസ് കോളേജിൽ പോയത് മിക്കവാറും പഠിക്കാനുള്ള നേതാക്കന്മാരാകാൻ വേണ്ടിയാണ്. പക്ഷെ അന്നൊക്കെ സെന്റ് തോമസ് കോളേജിലെ ഇലക്ഷൻ ഞാൻ ജയിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് തോറ്റുപോയാൽ മതി എന്ന് ആണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. കാരണം സെന്റ് തോമസ് കോളേജ് ജയിച്ചിട്ടുള്ളവർക്കും രാഷ്ട്രീയത്തിൽ പിന്നെ കച്ചി എടുത്തില്ല. ഒരു വാക്കിലുള്ളൂ, റോഷി തോറ്റു, ഇന്ന് മന്ത്രിയായിട്ട് പോയി. ഞങ്ങളൊക്കെ അന്ന് ജയിച്ചു, ഇന്ന് വലിയ നടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റോഷി അഗസ്റ്റിന് എന്നും എടുക്കാനായിരുന്നു. സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോഴും അതിന് MLA ആയിരുന്ന കാലത്തും അതിനുശേഷവും ഒക്കെ നമുക്കറിയാം. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മാണി സാറിന് ശേഷം, അതാണ് ഏറ്റവും വലിയ കാര്യം, മാണി സാറിന് ശേഷം ആ കസേരയിൽ ഞങ്ങളൊക്കെ മാണി സാറിനെ രാഷ്ട്രീയപരമായിട്ടൊക്കെ എതിർത്തിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 34 വർഷങ്ങൾക്ക് പിറകിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇങ്ങനെ വേദി നമുക്ക് കാരണമായി. അതിൽ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുപോലെ തന്നെ സൂചിപ്പിച്ച പോലെ ബെന്നി സൂചിപ്പിച്ച 85-90 ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മ, അത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവർ കൂടി ചേർന്നപ്പോൾ ആ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. അത് ഏറ്റവും മതകരമായിരുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നവരെയൊക്കെ പലരെയും ഓർമ്മിക്കുവാനും പരിചയപ്പെടുവാനും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഒപ്പം പഠിച്ചതാണ് എന്നുള്ള ഓർമ്മ. ഇപ്പോൾ പാലാ DYSP ഇവിടെ വന്നപ്പോഴാണ് ഒപ്പം പഠിച്ചതെന്ന് പറയും. റിയാഖുസുജാനും ഒരു ബാച്ചിൽ 3 വർഷക്കാലം പഠിച്ചു. അതോടൊപ്പം തന്നെ എല്ലാ വർഷങ്ങളിലും കൂട്ടായ്മയിൽ കൂടാറുണ്ട്. റോഷി ഞങ്ങൾ സഹപാഠികളൊക്കെ അതിനപ്പുറത്തേക്ക് ഒരേ നാട്ടുകാരും ഒരേ കാലഘട്ടത്തിൽ സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ വളരെ വലിയൊരു സ്നേഹവും ബന്ധവും. തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാ നന്മകളും തരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ പഠിച്ചവർ ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പലരും ഉണ്ടാവും. അവരെയൊക്കെ നമുക്കൊന്ന് കൂടുവാൻ, ഓരോ തലങ്ങളിലേക്കും അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുവാനൊക്കെ സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എറണാകുളത്തോ അല്ലെങ്കിൽ വാഗമണിലൊക്കെ കൂടുവാനും വലിയ കൂട്ടായ്മകൾ നമുക്ക് ഈ കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് വലിയ കൂട്ടായ്മകൾ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാർത്തകൾ സാധിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പലരെയും വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മളൊക്കെ ഇന്ന് ആദരിക്കുന്ന 3 വ്യക്തികൾ, അതിൽ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന് 2 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണ് ഞങ്ങൾ തമ്മിൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ എനിക്കൊരു വലിയ ആശംസ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഞാനാണ് അദ്ദേഹത്തെ പാലാ സെന്റ് തോമസ് കോളേജിൽ ആദ്യമായിട്ട് തോൽപ്പിക്കേണ്ടി വന്നു എന്നൊരു വിഷമം എനിക്കുണ്ട്. പലപ്പോഴും അദ്ദേഹം തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടപ്പോൾ ശരിക്കും വേദനയോടുകൂടി ഓർക്കാറുണ്ട്. ഒപ്പം തന്നെ പിന്നെ ജയിച്ചപ്പോൾ എപ്പോഴും ആഹ്ലാദിക്കാറുണ്ട്. കാരണം
റോഷിയെ തോപ്പിച്ച എളിയവനായ ഞാനാണ് എന്നൊരു തോന്നൽ എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത് ഒരു കാര്യം വി യു കുര്യാക്കോസിനെ കുറിച്ചാണ്. പാലാ സെന്റ് തോമസ് കോളേജിലും 3 വർഷം ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ സൂചിപ്പിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഈ 2 വ്യക്തികളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന് ഷാജു ജോസ്. ഞങ്ങളൊക്കെ അടിവാരം വണ്ടിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരുമിച്ച് 8:45 ആകുമ്പോൾ ഈരാറ്റുപേട്ടയിൽ വരുന്ന ആഘോഷമായിട്ട് സന്തോഷത്തോടു കൂടി വരികയും വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ആ ബസ്സിലെ സ്ഥിരം യാത്രക്കാരനായിരുന്നു ഷാജു ജോസ് എന്ന് പറയുന്നത്. അദ്ദേഹം അധ്യാപകനായിരുന്നു, BEd കഴിഞ്ഞ വ്യക്തിയാണ്. പിന്നീടാണ് അദ്ദേഹം പോലീസ് സേനയിൽ ചേർന്നത് എന്നുള്ളതൊക്കെ വളരെ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങളാണ്. 30 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിച്ചിടണം എന്ന വാക്കു മാത്രം എന്ന് പറയുന്നത് പോലെ ആ ഓർമ്മിച്ചിടണം എന്നുള്ള ആ ഒറ്റ വാക്ക് ഇപ്പോഴും നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇതോടൊപ്പം തന്നെ കുഞ്ഞുണ്ണി മാഷ് പാടിയിരിക്കുന്നത് പോലെ മാമ്പഴമില്ലേ മാവിലിരിക്കാൻ പക്ഷികളെത്തില്ല, പൂവുകളില്ലേ പൂവാടികളിൽ പൂമ്പാറ്റകളില്ല, നന്മകളില്ലേ നമ്മെ തേടി നല്ലവരെത്തില്ല. ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ നല്ല മനസ്സിൻ്റെ ഉടമകൾ ഈ നന്മയുള്ള ഈ 3 ആൾക്കാരെ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും അഭിവാദനങ്ങൾ. താങ്ക് യു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചോ അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും, ഇപ്പം മുഖ്യമന്ത്രിയെ കണ്ടാലും ശരി, വേറെ ആരെയും കണ്ടാലും ശരി, ഇവൻ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്, സാറിനോട് പറയുന്നു. അപ്പോൾ സാറിനോട് രഹസ്യമായിട്ട് നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അതുപോലെ തന്നെ പലരോടും അദ്ദേഹം ഒന്നിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ കുര്യാക്കോസ് സാർ, അദ്ദേഹം അന്ന് ഹോസ്റ്റലിൻ്റെ ഇദ്ദേഹം വർഗീസ് ഇന്ന് വന്നിട്ടില്ല, വർഗീസ് വന്ന സാക്ഷിയും കൂടെ ആയിരുന്നു. ഹോസ്റ്റലിൽ അദ്ദേഹം ഞങ്ങളെ എല്ലാം അക്കമഴിഞ്ഞ് സഹായിച്ച, അന്ന് മുതൽ അക്കമഴിഞ്ഞ് സഹായിച്ചുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് റെജി ആണെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. കസ്റ്റംസ് ഓഫീസർ നമ്മുടെ ദേവവും ഇവിടെ ഇരിപ്പുണ്ട്, ഫെലിക്സ് ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കൂട്ടായ്മ നന്നായിട്ട് നിലനിർന്നു പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരുപാട് അനുഭവങ്ങളൊന്നും എനിക്ക് പറയാനില്ല. കാരണം സെൻറ് തോമസ് കോളേജിൻ്റെ സൈഡിൽ കൂടെ ഒരു 3 വർഷം പൂർത്തിയാക്കിയിട്ട് പോയ ആളാണ് ഞാൻ. ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലൊന്നും സജീവമല്ല. അതിൻ്റെ കൂട്ടത്തിലൊക്കെ അങ്ങ് പോകുന്നില്ല. അതെനിക്ക് ജോൺസൺ സാറിനെയും അങ്ങനെ പ്രഭാഷിനെയും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളൂ. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ മാത്രമേ ഉള്ളൂ. റോഷി അഗസ്റ്റിൻ സാറ് അവിടെ മത്സരിച്ച സമയത്തും സാജു അലക്സും ആ സമയത്തൊക്കെ നമ്മുടെ സജീവമൊന്നുമല്ല ഇതിൻ്റെ അകത്ത്. എനിക്ക് ഇവരെ പറ്റിയൊക്കെ വളരെ നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഗോപാലകൃഷ്ണൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം തിരുവഞ്ചൂർ സാറിൻ്റെ ഗവൺമെൻറ്റായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് ഗോപാലകൃഷ്ണന് ഞാൻ കിടങ്ങൂർ എസ്ഐയായിട്ട് വരുമ്പം അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എനിക്ക് സത്യം പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 3 വർഷം സെൻറ് തോമസിൻ്റെ സൈഡിൽ കൂടെ പോയ ആളായതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അന്ന് തേർഡ് ഉറപ്പൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര ഓർമ്മ കിട്ടിയില്ല. അപ്പം ഞാനവിടെ എസ്ഐയായിട്ട് വന്നു. ഗോപാലകൃഷ്ണൻ പല പ്രാവശ്യം എൻ്റെ മുമ്പിൽ കൂടെ വന്നു പോയി ഞാൻ നോട്ട്ബുക്കൊക്കെ എഴുതി കൊടുത്തെങ്കിലും ഇദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണെന്നുള്ളതൊന്നും എൻ്റെ മനസ്സിൽ കിട്ടിയില്ല. എൻ്റെ കുറ്റമാണ്. അപ്പം ഗോപാലകൃഷ്ണൻ ആരോടൊക്കെ രഹസ്യമായിട്ട് ഒരു സങ്കടം പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്, എന്നാലും അദ്ദേഹം ജാട കാണിക്കാൻ എന്നെ മനസ്സിലാക്കിയില്ല എന്ന്. അപ്പോൾ അവസാനം ഇവരാരും എന്നോട് പറഞ്ഞു ഇങ്ങനെ സാറിൻ്റെ കൂടെ പഠിച്ചാണ്. ഇങ്ങനെ ഓർത്ത് അവസാനം ഗോപാലകൃഷ്ണൻ ക്ഷമിക്കണം, എനിക്ക് പറ്റിയ തെറ്റാണ്. കാരണം അത് എൻ്റെ കുഴപ്പമാണ്. ഞാൻ ഈ മാറാണി തിയേറ്ററിലെ ഗ്രീൻ സർക്കിളും പിന്നെ നമ്മുടെ സംഘം ഹോട്ടലും നാഷണൽ ഹോട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതുകൊണ്ട് എനിക്കിതൊന്നും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് പറ്റിയ തെറ്റാണ്. പക്ഷെ അന്ന് തൊട്ടുള്ള ആ സൗഹൃദം പിന്നീട് ഒരുപാട് തുടർന്നു. ഞാൻ പിന്നെ അതിനുശേഷം ഗോപാലകൃഷ്ണന്
അദ്ദേഹം തിരുവഞ്ചൂർ സാർ ആഭ്യന്തരമന്ത്രി ആ സമയത്തും അദ്ദേഹത്തിൻ്റെ ഗൺമാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോപാലനും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഈ കുര്യാക്കോസ് സാറിനും റോഷി അഗസ്റ്റിൻ സാറിനും എല്ലാവിധ ആശംസകളും. നമ്മുടെ ആശംസകളൊന്നും അല്ല കാര്യം, എന്നാൽ പോലും കുര്യാക്കോസ് സാറ് കോട്ടയം എസ് പി ആയിട്ട് തന്നെ വരട്ടെ. അതിന് റോഷി സാറിൻ്റെ ഒരു ഇടപെടലും കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അപൂർവ സംഗമത്തിന് ശേഷം കഴിക്കുന്നു. സമയം രാത്രി 9:30 കഴിഞ്ഞെങ്കിലും സംതൃപ്തിയോടെ തീരണം ഈ മണിക്കൂർ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെല്ലാം പറഞ്ഞ നല്ല വാക്കുകൾ പ്രത്യേകമായി ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളും പഴയകാല ഓർമ്മകളും ഇവർക്കുണ്ട്. ആവറേജ് എല്ലാവരെയും തന്നെ എനിക്കറിയാം. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴും നമ്മളെ ഒന്നിപ്പിക്കാൻ കാരണമാകുന്നത്. പ്രിയപ്പെട്ട ശ്രീ റെജി കഴിഞ്ഞ ദിവസങ്ങളോട് ഈ വിഷയം സൂചിപ്പിച്ചു. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ചേരാം. അന്ന് പറഞ്ഞൊരു കാര്യം ജോണിച്ചിനോട് വന്നിട്ടായാലോ എന്ന് ചോദിച്ചു. ജോണിച്ചിനോട് വന്നു. ജോണിച്ചിനെ കണ്ടപ്പോൾ 2 ആൾക്കാരുടെ രൂപമോ എൻ്റെ മനസ്സിൽ വന്നു. ഒന്ന് ടി.എൻ. ശേഷൻ, പിന്നെ വന്ന ജസ്റ്റിസ് പരിപൂർണ സ്വാമി. അന്നത്തെ ആ രീതിയും സംസാരവും എല്ലാം വീണ്ടും കേൾക്കാനിടയാകുമ്പോൾ അതെല്ലാം നമുക്ക് വലിയ അനുഭൂതിയാണ്. റെജി ഉൾപ്പെടെ ഇക്കാര്യങ്ങളിൽ എടുത്ത വലിയ താല്പര്യം വളരെയേറെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. തിരക്കുകൾക്കിടയിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും. തിരക്കുകൾ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ജീവിതത്തിന്റെ ഭാഗമല്ല. ഏത് ജീവിതത്തിൽ എല്ലാവരുടെയും വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തിരക്ക്, സമയത്തിന്റെ പ്രാധാന്യം. അത് മാറ്റിവെച്ച് എല്ലാവരും കൂടി ഒന്നുചേരുവാൻ നമ്മളെടുത്ത തീരുമാനം വളരെ നന്നായി. ഇത് ഓർഗനൈസ് ചെയ്തവരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം 85 രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് ചേർക്കാനായിട്ട് നടത്തിയ ശ്രമം. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ അക്കാര്യങ്ങളിൽ ശ്രീ ബെന്നിയും അലിഖാൻ ഉൾപ്പെടെയുള്ള അവരുടെ ടീം അന്ന് ചെയ്ത് വർത്തമാനം. പിന്നെ വേദിയിലെ സെബാസ്റ്റ്യനായാലും ശരി, ബൈജു, ജോൺസൺ, റസല്, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ കാണാൻ, ഇരിക്കാനും സംസാരിക്കാനെല്ലാം കഴിയുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു നന്മയുടെ കൂട്ടായ്മയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സങ്കുചിതമായ ചിന്താഗതികളില്ല. പക്ഷെ പാലാ കോളേജിനും അവിടെ പഠിച്ചിറങ്ങിയവർക്കും ഒരു സംസ്കാരം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു മീറ്റിംഗായി ഇതിനെ മാറ്റിയെടുത്ത ഇതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അടിവരയിട്ട് അഭിനന്ദിക്കാൻ ഞാൻ അവസരം ചെയ്തിരിക്കുക. അതാണ് നമ്മുടെ വർഗബോധം, നമ്മുടെ ഒരു ശക്തി. ഞാനീ പാലായപ്പെടുന്ന പോലും ആ ഓഫീസ് കഴിക്കാൻ എടുത്തിരുന്ന് പോകുന്നത് മന്ത്രിയാകുക, MLA ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് പക്ഷെ പരിഗണിക്കാമെങ്കിലും ഒരു ജീവിതാന്തസ്സിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കാൻ സാധിക്കുമെങ്കിലും ഞങ്ങളുടെ ജീവിതാന്തസ് പൊതുപ്രവർത്തനമാണ്. MLA എന്നുള്ളൊരു വീക്കായിരിക്കാം, ഒരു കാലഘട്ടത്തിൽ കടന്നു പോകും. അതിൻ്റെ ഭാഗമായി മറ്റു ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ പൊതു ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. സമയമുള്ളപ്പോൾ വിളിക്കണം, സമയം കിട്ടുന്നത് പോലെ തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ കാണണം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും എൻ്റെ വകുപ്പ് മുഖാന്തരം നമ്മുടെ നാടിനോ സമൂഹത്തിനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അറിയിക്കാനൊന്നും മടിക്കേണ്ടതായിട്ടില്ല. ഇന്ന് ഇപ്പോൾ ശ്രീ കുര്യാക്കോസ് വേദിയിലിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന സമയത്ത് ധാരാളം വിളിക്കാറുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ പൊളിറ്റിക്സ് ബാച്ച് നിങ്ങൾക്ക് അപാരമായ വലിയൊരു ബന്ധമുള്ള ആൾക്കാരാണ്. എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും ആദ്യ ഫോൺ കൊണ്ട് വരുന്ന ഈ വൈദ്യുവിൻ്റെയാണ്. കുര്യാക്കോസിന് കിട്ടിയുള്ളൂ, കുര്യാക്കോസ് പിതായി ആദ്യം ഈ വൈദ്യുവിനെ കൊണ്ടുവരും. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് വലിയ ബന്ധമാണല്ലോ. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധം. നല്ല നിലയെ തുടർന്ന് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഇടപെടലുകളാണ്, സമീപനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോലീസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്നത് ഈ കാണുന്ന യൂണിഫോമും ലാത്തിയും പിടിയും മാത്രമല്ല, ഏതൊരു വിഷയവും പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ഓഫീസറായിട്ട് മാറുക എന്നുള്ളതാണ്.
പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ലല്ലോ ജയിക്കേണ്ടത്, റിസൾട്ട് ഓറിയന്റഡ് ആണ്. ആ വിഷയം പരിഹരിക്കാൻ സാധിക്കുമ്പോഴാണ് അവരുടെ സർവീസിൽ മെച്ചമുണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ നന്നായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സർവീസുകൾ ശരിക്കും അത് കാണാൻ സാധിക്കും. എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെ വരാനും, പ്രത്യേകിച്ച് ഭാഗ്യവശാൽ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഇടുക്കി തന്നെ, അത് മഹാഭാഗ്യം. തീർച്ചയായിട്ടും സാധ്യത പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിലുപരി ഇവിടെ കൂടി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു നല്ല ഗ്യാതറിങ് വളരെ നന്നായിരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ 8 മണി കഴിയുമ്പോൾ പോകണം എന്ന് വിചാരിച്ചു വന്നതാണ്. ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ ആ ഫോൺ ഓഫാക്കി വെച്ചു. ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചായിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഇതെന്നും കാണാൻ പറ്റിയല്ലോ. ഇതൊരു വലിയൊരു അനുഭവ സമ്പത്ത് തന്നെയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇപ്പം പലരെയും നേരിട്ട് സ്ഥിരമായി കാണുന്നെങ്കിൽ പോലും, അപൂർവമായി കാണുന്നവരും സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ പോലും ഇങ്ങനൊരു വേദി വരുമ്പോണ്ടാകാൻ വ്യത്യാസം ചെറുതില്ല. എല്ലാവിധമായിട്ടുള്ള ജീവിത വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഓർക്കുവാനും ഇങ്ങനെ അവസരം ഒരുക്കുവാനും പ്രത്യേകിച്ച് ശ്രീധരി അങ്ങനെ വളരെ താല്പര്യം എടുത്തിട്ടുണ്ട്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഫ്രാൻസിസിൻ്റെ ഈ സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, നിങ്ങൾ ഒരേ ബാച്ചുകാരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പങ്കിടുവാൻ, ഇവിടെ വരുവാൻ, എല്ലാവരും ഓർക്കുവാൻ, എല്ലാവരുടെയും പേരെടുത്ത് നിങ്ങളോട് ഹൃദയത്തോട് ചേർന്ന് നിന്ന് പെരുമാറിയതുപോലെയും സംസാരിച്ചതുപോലെയും നിങ്ങൾ സ്വീകരിക്കണം. അത്ര ഹൃദ്യമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് സർവീസിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഉന്നതി കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ അഭിനന്ദനം നേടുക. കൂടെ ഒപ്പം എൻ്റെ കലാലയത്തിൽ പഠിച്ച ഒരു മന്ത്രിയോടൊപ്പം എന്ന് പറഞ്ഞതിൽ അതിലും അഭിമാനമാണ്. തീർച്ചയായിട്ടും ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരല്ല, ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളായിട്ടാണ് ഞാൻ തോന്നുന്നത്. കാരണം ഒരുമിച്ചൊരുമി കൂടാനും നിങ്ങൾക്കാവുള്ള മനസ്ഥിതിയാണല്ലോ, അതാണ് ഏറ്റവും വലുത്. കാരണം നിങ്ങളുടെ ആ മനസ്ഥിതിക്കും നിങ്ങളുടെ ആ മനോഭാവത്തിനും ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട്. കാരണം ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ സ്ഥാനങ്ങളോ സ്ഥാനമാനങ്ങളോ അലങ്കാരികമായി ഉണ്ടാകുന്നതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് സന്തോഷങ്ങളോ ആ സ്റ്റേജും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും അതിന് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് ബാച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ നല്ല ബന്ധങ്ങൾ, ബൈജു പറഞ്ഞ പോലെ മിനിറ്റ് അറിയുന്ന പോലെ, തീർച്ചയായിട്ടും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ എല്ലാ വർഷവും കൃത്യമായ ഇടപാട് നടത്തിയിരുന്നതാണ്. കാരണം ഒരിടത്തും അത് ഇന്നേ വരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും മൊത്തമായ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ കണ്ടപ്പോൾ തീർച്ചയായും ഇന്ന് വന്ന് ഓരോരുത്തരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ചിലരെ നമ്മൾ അല്ലാതെ പരിചയപ്പെട്ടെങ്കിലും നമ്മൾ ഈ ഒരു കലാലയ ബന്ധം മറന്നുപോയി. എൻ്റെ തൊട്ടടുത്താണ് മറ്റേ കസ്റ്റംസിൻ്റെ ആൾക്കാർ ഇരിപ്പുണ്ടോ, ഓഫീസിൻ്റെ അപ്പുറം ഇപ്പുറയാ, 1 കിലോമീറ്റർ പോലും ഇല്ല. പക്ഷേ എനിക്കറിയത്തില്ല അതിൻ്റെ തൊട്ടപ്പുറയാണ് ന്യൂമാൻ കോളേജിലെ സാറുമാർ ഇരിക്കുന്നത്. ഇവർക്കും അറിയത്തില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു വേദി ആ ഒരു കൂട്ടായ്മയ്ക്കുണ്ടാവും. സാറിൻ്റെ ഓഫീസിൽ പോകും കടകളും എന്നെ അന്ന് കണ്ടോ അതേ നിന്ന് ഒരു ലെവലേഷൻ കൂടെ കുറച്ചും കൂടെ കൂടുതൽ കാണിച്ചെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഞാൻ വല്ല മന്ത്രിയായിട്ട് അതൊന്നൊരു തോന്നല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. തീർച്ചയായിട്ടും വന്നിരുന്ന് അടുത്ത് വന്നിരുന്ന് സംസാരിച്ചു. കാരണം ഒരു മന്ത്രി അത് ചെയ്യത്തില്ല. തീർച്ചയായിട്ടും സാറ് ഒരു ജനകീയ മന്ത്രിയാണ്. ഇനിയും ഈ ഒരു താഴ്മയും വിലയും മുന്നിൽ തീർച്ചയായിട്ടും നടത്തില്ല. അത് ജനിച്ചുകൊണ്ട ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മന്ത്രിയായിട്ടും പാലാക്കാരനും ഇവിടുത്തെ മന്ത്രിയായിട്ടും വരണമെന്നാണ് കൂടുതൽ ഞങ്ങളുടെ ആഗ്രഹം. കാരണം എന്നും പോയി കാണാനും പറ്റും. അപ്പോൾ നമുക്കൊരു നല്ലൊരു സൊസൈറ്റി, നല്ല ഒരു കൂട്ടായ്മ ഉണ്ടായി നമുക്ക്
നമ്മുടെ ഈ സെന്റ് തോമസ് ബാച്ച് കലാലയം എന്നും അറിയപ്പെടുന്ന ഒരു ബാച്ചായി മാറട്ടെ എന്ന് ഈശ്വരനോടും പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ഞാൻ വന്ന ആ ഒരു കാണുവാനും സംസാരിക്കാനും വന്ന ആ ഒരു പറയാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ ഈ നൊസ്റ്റാൾജിയയ്ക്ക് സംഘാടക സമിതിക്കൊപ്പം ജീവൻ ടിവിക്ക് വേണ്ടി ജനറൽ മാനേജർ വിശിഷ്ടാതിഥികൾക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ കൂട്ടായ്മയെക്കുറിച്ച് ജീവൻ ടിവിയോട് പഴയകാല അനുഭവങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തു സാധിച്ചാലും ഇങ്ങനെയൊരു കൂട്ടായ്മ, അതിൻ്റെ അനുഭവവും അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏകദേശം 3 പതിറ്റാണ്ടിൻ്റെ പുറകിലുള്ള ബന്ധമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ നല്ല ഘട്ടം പിന്നിട്ടിരിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും. 30 വർഷം പിറകിലെ ആ ബന്ധം അതിങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കുന്നു, ഷെയർ ചെയ്യാൻ അവസരം ഉണ്ടാകുന്നു. ഇതിന് മറ്റൊന്നിനും അർത്ഥമില്ല. ഒരു റിയാലിറ്റി, അത് സത്യമെന്ന് തൊട്ട് ബോധ്യപ്പെടാൻ കിട്ടിയൊരു അവസരമാണ്. ഇത് നന്നായിട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ എന്നോട് യോജിച്ച് പ്രവർത്തിക്കാൻ കിട്ടുന്ന സന്ദർഭം ഞാനും പ്രയോജനപ്പെടുത്തും. അപ്പോൾ ആത്മബന്ധം, സൗഹൃദം, കക്ഷി രാഷ്ട്രീയ, ജാതി രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അതിന് നല്ലൊരു ബലം കിട്ടിയിട്ടുണ്ട്. ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന സന്ദർഭം, നമ്മുടെ അധികാരം സാധാരണക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കൂടുതലായി സഹായം ചെയ്യാനുള്ള അവസരങ്ങളെ കൂടുതലായി പ്രയോജനപ്പെടുത്തണം. ഒരുപക്ഷെ ഒരു നിവേദനം എഴുതിക്കൊണ്ടുവന്ന് തരാൻ സാധിക്കാത്തവരുണ്ടാവും. ഡെയിലി കാണാനും പരാതികൾ പറയാനും അവസരം ഉണ്ടാകുന്നവരും കാണും. പക്ഷേ ശബ്ദമില്ലാത്തവരായി നിൽക്കുന്നവരും മറ്റാരും ശ്രദ്ധിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി തിരക്കിനിടയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടി കഴിയുന്നത്ര ശ്രമിക്കുകയും എൻ്റെ വകുപ്പിൽ നിന്നും അങ്ങനെ ലഭ്യമാക്കി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തി കൊടുക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കേരളം പോലെ സമൃദ്ധമായ ഒരു വിഭവം, പ്രത്യേകിച്ച് ജലവിഭവം ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. 44 നദികൾ, നിരവധിയായ ഡാമുകൾ, ബാരേജുകൾ, അതെല്ലാം നമ്മൾ കാണുമ്പോൾ അത് സൂക്ഷിക്കുവാനും ആ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താനുള്ള അവസരമാണ് നമുക്ക് ആവശ്യമുള്ളത്. നദികൾ അശുദ്ധമാകുന്നു, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലം നമ്മളെ പഠിപ്പിച്ചൊരു പ്രധാന കാര്യം ഓക്സിജൻ്റെ പ്രാധാന്യമാണ്. ഓക്സിജൻ്റെ പ്രാധാന്യം എപ്പോഴാണ് മനസ്സിലായത്? രോഗം മൂർച്ഛിച്ച് വെന്റിലേറ്ററിൽ കയറിയപ്പോഴാണ്. പ്രകൃതി നേരിടുന്ന വലിയ പ്രതിസന്ധി അത് പ്രകൃതി മലിനമസ്യമാകുന്നു എന്നുള്ളതാണ്. അത് ഖരമാലിന്യമാണെങ്കിലും ജലമാലിന്യമാണെങ്കിലും അത് നമുക്ക് ഇന്നത്തെ രീതിയിൽ അത് മാറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള അവയർനെസ് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. 2024 ആകുമ്പോഴേക്കും എല്ലാ ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം സഫലീകരിക്കാനായിട്ട് സാധിക്കും തന്നെ ഞാൻ കരുതുന്നു. 17 ലക്ഷം കുടുംബങ്ങളിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ശുദ്ധജലം കൊടുത്തിരുന്നത്. കഴിഞ്ഞ ഈ കുറച്ച് കാലഘട്ടം കൊണ്ട് 8 ലക്ഷം കുടുംബങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ചു. വരുന്ന 2024 ആകുമ്പോൾ 70 ലക്ഷം കുടുംബങ്ങളിലും കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനാവശ്യമായ വിഭവമുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് 12,000 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ച് പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ശുദ്ധമായ ജലം നല്ല നിലയിൽ കൊടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ പൊതുജീവിതം ഞാൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട്. മാണിസാറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും വലിയ മാർഗദർശിയാണ്. ഒരുപക്ഷേ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ആകർഷത തോന്നുക സ്വാഭാവികമായിരിക്കും. 7 വയസ്സുള്ള സമയത്താണ് ഞാൻ മാണിസാറിനെ കാണുന്നത്.
എൻ്റെ വീടിൻ്റെ ഭാഗത്ത് കൂടി അന്ന് ആഭ്യന്തരമന്ത്രിയായി നിയോഗിക്കപ്പെട്ട മാണിസാറ് തുറന്ന വണ്ടിയിൽ കടന്നു വരും ഞാൻ ഓർക്കുന്നു. അന്നെൻ്റെ മത്തഞ്ചേട്ടൻ ഇങ്ങനെ ഹാരാർപ്പണം ചെയ്യാനായി എടുത്തു പൊക്കുന്ന രംഗം മുതൽ സാറിനോടൊപ്പമുള്ള ജീവിതം അന്ന് ആരംഭിച്ചു എന്നുള്ളതാണ് ശരി. ഏതാണ്ട് 25 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളം മുഴുവൻ നടന്നു തീർത്തു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അന്നത്തെ യാത്ര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഉദുമയിലെത്തി കാഞ്ഞങ്ങാട്, പരപ്പ, ചിറ്റാരിക്കാട്, ചെറുപുഴ, രാജഗിരി, ജോസ്ഗിരി, ഉദയഗിരി, പയ്യാവൂർ, ഇരിട്ടി, മട്ടന്നൂര്, കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, പേരാമ്പ്ര, കോടഞ്ചേരി, തിരുവാമ്പാട്, നൂട്ടുമുക്ക്, അരീക്കോട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം, പട്ടാമ്പി, ഷണ്ണൂരക്ക, തൃശ്ശൂർ, ചാലക്കുടി, അങ്ങനെ അങ്ങ് പറയും. ഇതെല്ലാം കാലഘട്ടം ആർജിച്ച ശക്തിയാണ്. അതിലെല്ലാം ധൈര്യം പകർന്നു തോന്നുന്നു പിൻബലം നൽകിയത് മാണിസാറായിരുന്നു. ഞാൻ ഓർക്കുന്നു. എനിക്കെൻ്റെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ സന്തോഷമുണ്ട്. ആ ജീവിതത്തോടൊപ്പം നിഴല് പോലെയാകാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. കുഴിമാടം വരെ ആ ശവമഞ്ചം എടുത്തുകൊണ്ട് പോകാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഞാൻ ഓർക്കുന്നു, കത്തീഡ്രൽ പള്ളിയുടെ ശവക്കല്ലറയിലേക്ക് പോകുമ്പോൾ ഞാനും ജോസ് കെ മാണിയുമായിരുന്നു ആ ശവമഞ്ചത്തിൻ്റെ ഒരു തലയ്ക്ക്. ഹൃദയം പൊട്ടുന്ന വേദനയും ഒരിക്കലും മാഞ്ഞു പോകാത്ത ഓർമ്മകളും നൽകിയിട്ടാണ് സാർ യാത്രയായത്.